ഗോവിന്ദൻ മാഷ് മാസായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കേട്ടിട്ട് വരാം. ഞങ്ങൾ തുടർഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അത് മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലെ കേട്ടോ, കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ അതാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ദരിദ്രരായ ജനങ്ങളെക്കാളെല്ലാം മേലെ ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ മലയാളം ഞാൻ ആദ്യം പറഞ്ഞത്. പാവങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുണ്ടാവില്ല. അത്തരത്തിലൊരു നാടാക്കുന്നതാണ് ഞങ്ങളെ ഉന്നം. എടാ, ഇതുപോലെ ആർക്ക് പറയാൻ പറ്റും? ഗോവിന്ദൻ മാഷി പറഞ്ഞ കണക്ക് പാവങ്ങള് എന്നൊരു പദം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ കേരളത്തില് ജനങ്ങളെ ഉയർത്തും, അവരുടെ ജീവിത രീതി ഉയർത്തും എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഇത് നമ്മളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എന്തൊരു തള്ളലാണ് തള്ളുന്നല്ലേ. ഇങ്ങനെയൊക്കെ തള്ളുമ്പോൾ മൂപ്പർക്ക് മനസ്സിൽ ചിരി വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇങ്ങനെയൊക്കെ തള്ളുമ്പോഴും ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നുള്ള വിചാരം. ഈ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും തീരെ ബുദ്ധിയില്ല എന്നുള്ളതാണോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. നമുക്കറിയില്ല, മുമ്പൊക്കെ ഇയാൾ എന്ത് പറഞ്ഞാലും തള്ളലാണ്, വലിയ തള്ളലാണ്. പത്രക്കാരെ മുമ്പിലായാലും പത്രമാധ്യമക്കാരെ മുമ്പിലായാലും. മുമ്പ് ഈ മുസ്ലിം ലീഗ് CPM-ലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ പത്രക്കാർ ചോദിച്ചു ലീഗിനെ എങ്ങനെ കാണുന്നു. ലീഗ് മതേതരവാദിയാണ്, ലീഗിനെ കൂട്ടാൻ പറ്റുന്ന വാദിയാണ്. ലീഗ് വരില്ല എന്ന് കണ്ടപ്പോൾ ലീഗ് വർഗീയവാദിയാണ്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കുഴപ്പമില്ല, ആദ്യം കുഴപ്പം ഞങ്ങളെ കൂടെ നിന്നാണ്, അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. രാജ്യതാൽപര്യങ്ങളാ എല്ലാ ഇസ്ലാമിക പ്രശ്നങ്ങളാ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ UDF-ന്റെ കൂട്ടാണ്. അപ്പൊ അവര് തീവ്രവാദികള്, രാജ്യദ്രോഹികള്. അതുപോലെ തന്നെ കേരളയിൽ വന്നാലുള്ള ഗുണം എന്താന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ കേരളയിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് പിന്നെ പരിപ്പുവട, ഉള്ളിവട, അതുപോലെ തന്നെ മറ്റുള്ള വടകളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാല എന്നുള്ളതൊക്കെ വലിയ തള്ളയൂറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ കേരളയിൽ ആകാശത്ത് കൂടെ വായുവിലൂടെ ഞങ്ങൾ കേരളയിൽ കൊണ്ടുവരും എന്നൊക്കെയുള്ള എന്തോ ഒരു തള്ളാണ് തള്ളുന്നത്. ഇപ്പതാ ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ലേ, പാവപ്പെട്ടവൻ എന്നുള്ള മലയാള ആ ഒരു വാക്കിനെ ഞങ്ങൾ എടുത്തു കളയും എന്നാ പറഞ്ഞത്. പാവപ്പെട്ടവൻ എന്നുള്ള മലയാള വാക്ക് നിങ്ങൾ എടുത്തു കളഞ്ഞാലും പാവപ്പെട്ടവൻ എന്ന ഉദ്ദേശിക്കുന്ന ഒരു വാക്കുണ്ട്, ദരിദ്രൻ എന്നുള്ളത്. ഈ ദരിദ്രൻ തന്നെ നമ്മൾ പാവപ്പെട്ടവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ പറയും അറബിയിൽ മിസ്കീൻ എന്ന് പറയും. അപ്പൊ ആ മിസ്കീൻ എന്നുള്ളതും നിലനിർത്താം, ദരിദ്രൻ എന്നുള്ളത് നിലനിർത്തിയിട്ട് പാവപ്പെട്ടവൻ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ ഗോവിന്ദൻ മാഷ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആവുമ്പോൾ നമ്മളെ സിലബസുകളൊക്കെ പാഠപുസ്തകത്തിലുള്ള കുട്ടികൾ പഠിക്കണ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ, പാവപ്പെട്ടവന്റെ ദുരിതങ്ങളെ കുറിച്ച്, പാവപ്പെട്ടവൻ എന്നുള്ള ഒരുപാട് വാക്കുകൾ നമ്മളെ പാഠപുസ്തകങ്ങളിൽ മലയാള പുസ്തകത്തിൽ വരുന്നത്. അപ്പൊ അതൊക്കെ വെട്ടേണ്ടി വരും, അതൊക്കെ വെട്ടി ഒഴിവാക്കേണ്ടി വരും. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായം, പാവപ്പെട്ടവൻ എന്നുള്ളത് വെട്ടി ദരിദ്രൻക്കുള്ള ചികിത്സാ സഹായം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നമ്മളിപ്പോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒരുപാട് KMCC-ന്റെ പിന്നെ കേരളത്തില് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് പല രൂപേണയും പല സഹായങ്ങളും കാരുണ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പാവപ്പെട്ടവൻ എന്നുള്ളത് ഒഴിവാക്കി ദരിദ്രൻ എന്നുള്ളത് നമുക്ക് കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ മിസ്കീൻ എന്നുള്ള അറബിയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. എന്താണ് ഇവിടെ ഒരു BPL എന്ന് പറഞ്ഞ ഒരു കാർഡ് ഉണ്ട്. അത് ആർക്കുള്ളതാണ്? പാവപ്പെട്ടവർക്കുള്ളതാണ് അല്ലേ? അവന്റെ കാറ്റഗറി നോക്കിയിട്ടാണ് ആ ഒരു കാർഡ് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഗവൺമെന്റ് കൊടുക്കണം. അതൊക്കെ ഒഴിവാക്കണം, അതൊക്കെ നിങ്ങൾ വലിച്ചെറിയാം. അപ്പൊ പാവപ്പെട്ടവൻ എന്നുള്ളത് പറയാൻ പാടില്ല. അതിൽ 35 വർഷക്കാലം നിങ്ങൾ ബംഗാൾ ഭരിച്ചല്ല. ഇവിടെ വരുന്ന ഈ ചായക്കടയിലും ഈ മെക്കാനിക്കുകളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജോലികളും ഈ തെങ്ങ് കയറുന്നതും അതുപോലെ തന്നെ ഈ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആളുകളൊക്കെ
നിങ്ങൾ അവിടുന്ന് പാവപ്പെട്ടവനെ അല്ലാതാക്കിയിട്ട് മുതലാളിമാരാക്കിയ ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. കൂട്ടത്തോടെ വന്നിട്ടാണ് നിങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയതാണ് അതൊക്കെ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വലിയ പുഴു അടിക്കില്ലേ? 10 കൊല്ലമായിട്ടുള്ളൂ നിങ്ങൾ ഒരേ സമയത്ത് ഭരിക്കുന്നത്. 35 കൊല്ലാണ് ബംഗാളിൽ ഭരിച്ചത് നിങ്ങൾ. എത്ര മുതലാളിമാരുണ്ടാക്കി നിങ്ങൾ അവിടെ? നിങ്ങൾ മുതലാളിമാരായി. നിങ്ങളാളുകള് CPM-ന്റെ നേതാക്കന്മാർ മുതലാളി. അതുപോലെ തന്നെയാണ് ഇവിടെ ശബരിമലയിൽ സ്വർണം കട്ടിട്ടും അതുപോലെ തന്നെ മറ്റ് അഴിമതികളും എല്ലാ ഭാഗങ്ങളിലും എന്തിനേറെ പറയുന്നു, രക്തസാക്ഷികളെ ഫണ്ട് പോലും അതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ മുതലാളിമാരാവും. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ടവനുണ്ട്. ഓരോ അവകാശങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. പല രൂപത്തിലും രോഗികളായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടും എന്ന് വേണ്ട ഓരോ കാര്യങ്ങൾക്കും ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവന്റെ കാർഡുമായിട്ടും പാവപ്പെട്ടവന്റെ അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സഖാക്കളെ, നിങ്ങൾ അവരെ പോലും ഇല്ലാതാക്കരുത്. ഗവൺമെന്റിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആ ആനുകൂല്യത്തെ പോലും നിങ്ങൾ ഇല്ലാതാക്കുന്ന നിങ്ങളെ ഇത്തരം ചെയ്തികൾ കേരള ജനത കാത്തിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പടിയടച്ച് പിണ്ടം വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.